സാഹചര്യം ഉണ്ടാക്കി തരണം. ഇവിടെ ഈ പരിപാടി കോർപ്പറേഷൻ പരിപാടി ആസൂത്രണം ഞങ്ങൾ സാധാരണ നടത്തുന്ന പോലെ നമ്മൾ മേയറും ഡെപ്യൂട്ടി മേയറും സംസാരിച്ചു. ഇനി സ്റ്റാൻഡിംഗ് ചെയർമാൻമാരൊക്കെ ആശംസ അർപ്പിക്കും. അർപ്പിത അറിയിക്കുന്നു. ഈ പരിപാടി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. ദയവായിട്ട് ഈ പ്രോഗ്രാമിന്റെ കാര്യത്തിനകത്ത് നമ്മൾ അത് ശരിയല്ലല്ലോ. അതൊരു പ്രോട്ടോകോൾ അനുസരിച്ച് അത് തെറ്റായ രീതി നടത്താൻ പാടില്ലല്ലോ. അല്ല നന്ദി പറഞ്ഞു. പിന്നെ അങ്ങനെ അതൊരു ഇവിടെ കക്ഷി നേതാക്കന്മാർ സംസാരിക്കും. പ്രോട്ടോകോൾ അനുസരിച്ച് ശ്രീ കായക്കൽ രാഹുൽ അത് ശരിയല്ലല്ലോ. അതെന്താ അതൊരു ഏകാധിപതിയുടെ മറ്റൊരു രൂപമല്ലേ. എല്ലാം അതെന്തിനാ ഇങ്ങനെ സ്നേഹം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ ശ്രീ മേയർ എന്തെന്നാണിത്? അപ്പൊ പത്രസമ്മേളനം നടത്തുന്ന ഒരു പത്രസഹായം വരാൻ പരിപാടി വെച്ചുവിടുന്ന നല്ലത്. അതെന്ത് പരിപാടി ജനാധിപത്യ രീതിയിൽ ഏകാധിപത്യ നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല സാറേ. ഇത് ജനാധിപത്യപരമായി കണ്ണൂർ കോർപ്പറേഷന്റെ പരിപാടിയല്ലേ. കണ്ണൂർ കോർപ്പറേഷന്റെ പരിപാടി മേയറുടെ ഏകാധിപത്യ പ്രവണതയിൽ നടത്താൻ പാടില്ല. മേയറുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. മേയറുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. മേയറുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടി നടത്തുക. പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടി നടത്തുക. മേയറുടെ സമരത്തിനനുസരിച്ച് നടത്തേണ്ട പരിപാടിയല്ലേ. മേയറുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. മേയറുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക. മേയർ തീരുമാനിക്കുക. മേയർ തീരുമാനിക്കുക. മേയർ തീരുമാനിക്കുക. മേയർ തീരുമാനിക്കുക. മേയറെ നമ്മൾ സംസാരിക്കണം. പിരിച്ചുവിട്. ഒരാളും സംസാരിക്കൂല. മേയറെ ചന്ത മേയറെ നടക്കൂല. അയ്യോ സംസാരിക്കൂല. ഈ പരിപാടി നന്നായിട്ട് നടത്തും. പ്രോട്ടോകോൾ ഈ പ്രോട്ടോകോൾ ആരുടെ അറിവിന് വേണ്ടി തരുന്നതാണ്. ഈ പരിപാടിക്കെതിരെ പത്രസമ്മേളനം നടത്തി ഈ പരിപാടി തെറ്റാണെന്നും ഇവിടെ നടന്നത് പ്ലാന്റ് അല്ലാന്നും വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ വേദിയിൽ വരുന്നത്. ആ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ പത്രത്തിലുണ്ട്. ഇദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം മുഴുവൻ ചാനലുണ്ട്. അതല്ലാതെ കണ്ണൂർ കോർപ്പറേഷന്റെ കഴിഞ്ഞ 3 വർഷത്തെ പരിപാടികൾ അട്ടിമറിക്കാനും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇതുവരെ ചെയ്തത്. ഓരോ കൗൺസിൽ യോഗത്തിനകത്തും ഇവിടെയുള്ള 54 കാരണം മുഴുവൻ കൗൺസിലർമാരും ഇത് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഇത്തരം വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കണ്ണൂരിലെ ജനങ്ങളുടെ പിന്തുണയുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. എല്ലാം തന്റെ തലയിലാണെന്ന് ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പരിപാടി നടക്കില്ല എന്നും ഈ പരിപാടി നടത്താൻ അനുവദിക്കുകയില്ല എന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടി അലങ്കോലമാക്കാൻ തന്നെയുള്ള ഉദ്ദേശത്തിലാണ് വന്നത് എന്ന ബോധ്യം കൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഏതായാലും ഈ പരിപാടിക്ക് എത്രമാത്രം സഹിഷ്ണുതയോ